നൂറയ്ക്കും ആദിലയ്ക്കും അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വരവേൽപ്പാണ് എയർപോർട്ടിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 അവർക്ക് നിരവധി ആരാധകരെയാണ് കിട്ടിയിരിക്കുന്നത്. അവർക്കായി ഇന്ന് എയർപോർട്ടിൽ വൻ ജനക്കൂട്ടം തന്നെയായിരുന്നു. ദിയാസന അവരുടെ ഗാർഡിയനായി തന്നെ കൂടെയുണ്ടായിരുന്നു. മീഡിയാസിനോടും മറ്റുള്ളവരോടും അവരുടെ മേലേക്ക് ഇടിച്ചു കയറുന്നത് കണ്ട് വളരെ പൊട്ടിത്തെറിക്കുന്ന ദിയാസനയെയും നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു ആൺകുട്ടി നൂറയെ നോക്കി ഐ ലവ് യു എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ ആദില പറഞ്ഞു, ആരടാ അത് എന്ന്. ശരിക്കും അതൊരു ഫൺ മൊമെന്റ് തന്നെയായിരുന്നു. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന പെൺപിള്ളേരെല്ലാവരും കൈയടിക്കുകയും എല്ലാവർക്കും അതൊരു ഫണ്ണി മൊമെന്റായി മാറി. സരിക ബിഗ് ബോസിലേക്ക് എൻട്രി ആയതിനു ശേഷം ആദിലയോടും നൂറയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ കാണുന്നവരെല്ലാവരും നിങ്ങളെക്കുറിച്ചാണ് ചോദിക്കാറുള്ളത്. അവരോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഒരു ഡയലോഗ് ഉണ്ട്, എന്തിനാ നീ അച്ചമ്പട്ടത്തിന് പോയത് എന്ന് ചോദിക്കുന്നത് പോലെ നൂറ എന്തിനാണ് ലെസ്ബിയൻ ആവാൻ പോയത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. നൂറയെ കല്യാണം കഴിക്കുവാൻ ഒരുപാട് ചെക്കന്മാർ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ആദില ഒന്ന് സൂക്ഷിച്ചോ, ആദില വിട്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നൂറയെ കൊത്തിക്കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദില പറഞ്ഞു, ഇതുപോലത്തെ ഒരുപാട് കമൻസ് എല്ലാം ഞങ്ങളും കേട്ടിട്ടുണ്ട്. നൂറയ്ക്ക് ഒരുപാട് ആരാധകർ കൂടുതലാണ്, കാരണം അവൾ നല്ല ക്യൂട്ടല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ അവളെ സ്വന്തമാക്കിയത്. ഇതെല്ലാമായിരുന്നു അന്ന് ആദില സരികയോടും നൂറയോടുമായി സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7 കഴിഞ്ഞതിന് ശേഷം ഇവർക്കായി ഒരുപാട് ആരാധകരാണ് ഉള്ളത്. പുറത്തുനിന്ന് ജനങ്ങളുടെ ഇത്രയ്ക്കും പോസിറ്റീവായിട്ടുള്ള പ്രതികരണം അവർ ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ല. നമ്മുടെ BB കണ്ടസ്റ്റൻസിന്റെ പുതിയ അപ്ഡേറ്റ്സ് എല്ലാം അറിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.